സോ ഹായ്, നമ്മൾ ഇതുവരെ നമ്മുടെ ഈ യൂട്യൂബ് ചാനലിൽ ചെയ്ത വീഡിയോസ് കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു വീഡിയോ അല്ലെങ്കിൽ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ് ഇന്ന് നമ്മൾ കൈകാര്യം ചെയ്യാൻ പോകുന്നത്. ആൻഡ് ഈ ഒരു സബ്ജക്റ്റ് എടുക്കുക എന്നുള്ളത് ഇപ്പൊ നമ്മൾ ജീവിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ വളരെ 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 ഇമ്പോർട്ടന്റ് ആണ്, വളരെ റെലവെന്റ് ആണെന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് തന്നെയാണ് ഇത്രയും കാലം നമ്മൾ ചെയ്ത സബ്ജക്റ്റിന് ഭയങ്കര ജമ്പ് ചെയ്തിട്ട് ഈ ഒരു സബ്ജക്റ്റിലൂടെ നമ്മൾ വന്നിട്ടുള്ളത്. ഇപ്പൊ നിങ്ങളൊരു പെൺകുട്ടിയാണെങ്കിൽ ആൺകുട്ടികളാണെങ്കിലും കാണണം, ബട്ട് ഇഫ് യു ആർ എ ഗേൾ ദയവ് ചെയ്ത് സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ എൻഡ് വരെ കാണും. ബിക്കോസ് നിങ്ങളുടെ ലൈഫിൽ എങ്ങനെയായാലും ഹെൽപ്പ് ആവാൻ പോകുന്നത് അല്ലെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് കൺസെന്റിനെ കുറിച്ചിട്ടാണ്. സെക്ഷുവൽ കൺസെന്റ് എന്നുള്ള ഒരു വാക്കിനെ കുറിച്ചിട്ടാണ്. അപ്പം ഈ സെക്ഷുവൽ കൺസെന്റ് എന്നുള്ളൊരു വാക്കിനെ കുറിച്ചൊക്കെ പറയുന്നതിന് മുമ്പേ ഈ സെക്സ് എന്നുള്ളൊരു കാര്യത്തിന് നമ്മൾ പലപ്പോഴും ഡിസ്കസ് ചെയ്യാൻ പഠിക്കുന്ന ഒരു സബ്ജക്റ്റ് ആണ്. ഇപ്പൊ നമ്മുടെ ക്ലോസ് സർക്കിളിലാണെങ്കിലും നമ്മുടെ ഫാമിലിയിലാണെങ്കിലും സെക്സ് എന്നുള്ള ഒരു സബ്ജക്ട് വരുന്ന സമയത്ത് എല്ലാവരും ഭയങ്കര നാണത്തോടെ അല്ലെങ്കിൽ ഇത് പറയാൻ പാടില്ലാത്തൊരു കാര്യമാണ്, ഇതിനെക്കുറിച്ച് നമ്മൾ ബെഡ്റൂമിൽ നടക്കുന്ന ഒരു കാര്യത്തിനെ കുറിച്ച് നമ്മൾ പുറത്ത് പറയാൻ പാടില്ല എന്നൊക്കെ രീതിയിൽ ഭയങ്കരമായിട്ട് ലൈക്ക് നമ്മൾ മാറ്റി വെക്കുന്ന അല്ലെങ്കിൽ നമ്മൾ സ്കിപ്പ് ചെയ്യുന്നത്, നമ്മൾ ഡിസ്കസ് ചെയ്യാതെ പോകുന്ന ഒരു വേർഡാണ് സെക്സ് അല്ലെങ്കിൽ ഈ ഒരു കാര്യം. ഇപ്പൊ ഞാനിപ്പോ പഠിക്കുന്ന സമയത്ത് എനിക്ക് 9ാം ക്ലാസ്സിലാണ്, നമ്മുടെ ബയോളജി പാഠപുസ്തകത്തിലാണ് നമ്മൾ ആദ്യമായിട്ട് ഇതിന് റീപ്രൊഡക്ഷനെ കുറിച്ചിട്ടൊക്കെയുള്ള ചെറിയ ചെറിയ ചാപ്റ്റേഴ്സ് ഒക്കെ വായിക്കുന്നത്. അപ്പൊ ഈ സമയത്ത് എനിക്കറിയില്ല ഇങ്ങനെ കുട്ടികൾ ഉണ്ടാവുന്നത്. അപ്പൊ ഞാൻ ഈ ഒരു പാഠം പഠിച്ചിട്ട് ആ പാഠം പഠിച്ചപ്പോഴും എനിക്ക് മനസ്സിലായിട്ടേ ഇല്ല എന്നുള്ള സത്യം. +2 ബയോളജിയാണ് ഞാൻ പഠിച്ചത്, എന്നിട്ടും എനിക്ക് അറിയില്ലായിരുന്നു എന്നുള്ളതാണ് റിയാലിറ്റി. ഞാനൊരു ഡിഗ്രി ഒക്കെ എത്തിയ സമയത്താണ് എനിക്ക് ഇതിനെ കുറിച്ച് ഒരു ബോധവും വെളിവൊക്കെ വന്നു തുടങ്ങിയത്. അപ്പൊ 9ാം ക്ലാസ്സിൽ ഞാൻ ഈ ഒരു കാര്യം ഇങ്ങനെയാണ് കുട്ടികൾ ഉണ്ടാവുന്നത് ഈ ചാപ്റ്റർ ഒക്കെ പഠിച്ചു കഴിഞ്ഞ് നമ്മുടെ ഇടയിൽ ഒരു ഡിസ്കഷൻ വന്നു. അപ്പൊ എന്റെ ഫ്രണ്ട് പറഞ്ഞു അച്ഛനും അമ്മയും ഒരുമിച്ച് കിടക്കാൻ കുട്ടികൾ ഉണ്ടാവും. ഓക്കെ, ഞാൻ പറഞ്ഞു ഇത് ഇത്ര ഈസി ആണോ, ഇത്രയുള്ള പരിപാടി? അപ്പൊ ഞാൻ പോയിട്ട് എന്റെ അമ്മയുടെ അടുത്ത് ഞാൻ പോയി ചോദിക്കണം എങ്ങനെ കുട്ടികൾ ഉണ്ടാകും. അപ്പൊ എന്നെ ആട്ടി വിട്ടു. പറഞ്ഞാൽ ഇതാണോ പഠിക്കുന്നത്, സ്കൂളിൽ പോയിട്ട് നിങ്ങൾക്ക് വേറെ ഒന്നും പഠിക്കാനിരിക്കുന്നത് എന്നെ ആട്ടി വിട്ടു. ഞാൻ തിരിച്ചു വന്നു. അപ്പൊ ഞാൻ എന്റെ മാമിയോട് ചോദിച്ചപ്പോൾ മാമിക്ക് എനിക്ക് പറഞ്ഞു തരുന്നതുകൊണ്ട് പ്രശ്നമില്ല, പക്ഷെ മാമിക്ക് അത് എങ്ങനെ എക്സ്പ്രസ് ചെയ്യണം എന്ന് അറിയില്ല. സോ നമ്മൾ വളരുന്നത് സെക്ഷൽ എഡ്യൂക്കേഷൻ എന്നുള്ള ഒരു വാക്കിന് യാതൊരു വിലയില്ലാത്ത ഒരു നാട്ടിലാണ് നമ്മൾ വളരുന്നത്. അല്ലെങ്കിൽ സെക്ഷൽ എഡ്യൂക്കേഷന്റെ ഇമ്പോർട്ടൻസോടെ അത് പഠിപ്പിക്കാത്ത അല്ലെങ്കിൽ അതിന്റെ വശങ്ങളെ കുറിച്ച് ഒട്ടും കുട്ടികൾ ഒട്ടും ബോധവാന്മാരല്ലാത്ത ഒരു സൊസൈറ്റിയിൽ നമ്മൾ വളർന്നു വരുന്ന സമയത്ത് ഈ ഒരു കാര്യം നമ്മുടെ ലൈഫിൽ നമുക്ക് ഒരുപാട് ട്രോമകള് സമ്മാനിക്കാനും അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു സെക്സ് നമ്മുടെ ലൈഫിന്റെ പാർട്ടായിട്ട് മാറുന്ന സമയത്ത് നമ്മൾ പഠിച്ചു വെച്ചിട്ടുള്ള ഒരുപാട് കൺവെൻഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ കേട്ടിട്ടുള്ള നമ്മളടുത്ത് പലരും പറഞ്ഞിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ കയറ്റി വെച്ച ശേഷം ഇത് നമുക്ക് വളരെ ഹാർഡ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോ ഇപ്പം ഞാൻ ഒരു ജേർണി ആയിട്ട് ഞാനിങ്ങനെ പറഞ്ഞു പോവുകയാണെങ്കിൽ നമ്മളൊരു ഡിഗ്രി കാലഘട്ടം നമുക്ക് റിലേഷൻഷിപ്പ് ഉണ്ടാവുന്ന സമയത്താണ് നമ്മൾ ഈ സെക്സിനെ കുറിച്ചൊക്കെ കുറച്ചുകൂടി ഡിസ്കസ് ചെയ്യാൻ തുടങ്ങുന്നത്. നമുക്കൊരു ബോയ് ഫ്രണ്ട് ഉണ്ടെങ്കിൽ ഗേൾ ഫ്രണ്ട് ഉണ്ടെങ്കിൽ അവരുടെ ആക്കിയിട്ട് നമ്മൾ ഈ ഒരു കാര്യങ്ങൾക്ക് സാധിച്ചു വരുന്നത്. അപ്പൊ ഈ സമയത്ത് നമ്മൾ നമുക്ക് ആ ഒരു പാർട്ട്ണറിനോട് ഇഷ്ടം ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ വില്ലിംഗ്ലി നമ്മളെ സെക്സ് ചെയ്യാന്നുള്ളത് ഒരു ക്രൈമൊന്നുമല്ല, നമ്മൾ സെക്സ് ചെയ്യാതിരിക്കും. പക്ഷെ ഇത് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആക്ച്വലി മാനസികമായിട്ട് നിങ്ങൾ ഓക്കെ ആയിട്ടാണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആക്ച്വലി ഈ ഒരു സമയത്ത് സെക്സ് വേണോ, നിങ്ങൾക്ക് ഇതിന്റെ ആവശ്യമുണ്ടോ, നിങ്ങൾ മൈൻഡ്ലി വില്ലിംഗ് ആയിട്ടാണോ ഇത് ചെയ്യുന്നത് എന്ന് നിങ്ങൾ ആക്ച്വലി ആലോചിക്കേണ്ടതുണ്ട്. ഇപ്പൊ പലപ്പോഴും ഞാൻ കണ്ടിട്ടില്ല, ഇപ്പൊ ഡിഗ്രി പഠിക്കുന്ന ഈ പെൺകുട്ടികളൊക്കെ എനിക്ക് ഒരുപാട് DMs ചെയ്തിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്, ചേച്ചി എനിക്കിപ്പോ സെക്സ് ചെയ്യുന്നത് താല്പര്യമില്ല, പക്ഷേ ഞാനിപ്പം എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവന് വിഷമാവും. അപ്പൊ പല ആൺകുട്ടികളും വിചാരിക്കുന്നതെന്ന് വെച്ചാൽ ഒരു പെൺകുട്ടിയുടെ സമ്മതം ഇല്ലാതെ ഞാൻ ഒരിക്കലും അവളുടെ ദേഹത്തെ തൊടില്ല, അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും ഇപ്പൊ വലിയ ആൺകുട്ടികളാണ്, മുതിർന്നിട്ടുള്ള ആളുകൾ തന്നെ പറഞ്ഞു കേട്ടിട്ടുണ്ട് റേപ്പ് ചെയ്യുന്ന ആൾക്കാരൊക്കെ എന്ത് മോശമുള്ള ആളുകളാണോ, റേപ്പ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര വലിയ ക്രൈം ആണെന്നൊക്കെ പറയുന്ന ആളുകൾ ആക്ച്വലി അവർ മനസ്സിലാക്കാതെ പോകുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങളുടെ പാർട്ട്ണറുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള സമ്മതം ഇല്ലാതെ നിങ്ങൾ അവരെ ഏതെങ്കിലും രീതിയിൽ ടച്ച് ചെയ്യുകയാണെങ്കിൽ അത് അവർക്ക് ഡിസ്കംഫർട്ട് ആവുന്നുണ്ടെങ്കിൽ അത് റേപ്പ് തന്നെയാണ്. ജസ്റ്റ് ബിക്കോസ് അവർ ആർത്ത് കരയുന്നില്ല, അവർ പ്രശ്നം ഉണ്ടാക്കുന്നില്ല, അവര് ഒരു ബുദ്ധിമുട്ട് പ്രകടിപ്പിക്കുന്നില്ല എന്ന് വെച്ചിട്ട് അവർ സൈലന്റ് ആയിട്ട് അതിനെ ടോളറേറ്റ് ചെയ്യുന്നു എന്നതിനർത്ഥം ആ കൺസെന്റ് നിങ്ങൾക്കുണ്ട് എന്നുള്ളതല്ല. ഇപ്പൊ മാരിറ്റൽ റേപ്പ് എന്നൊക്കെ പറയുന്നത് ഏറ്റവും സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമാണ്. അതിനാരും റേപ്പായിട്ട് കാണുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വിഷമമുള്ള കാര്യം. നിങ്ങളൊരു റിലേഷൻഷിപ്പിൽ ആവുകയാണെങ്കിൽ, നിങ്ങളിപ്പോ മാരേജ് ആണെങ്കിലും നിങ്ങൾ നോർമലി റിലേഷൻഷിപ്പിൽ ആവുകയാണെങ്കിലും ഇൻവിസിബിൾ ആയിട്ട് അവിടെ ഒരു കാര്യമുണ്ട്, നിങ്ങൾ സെക്സിന് വില്ലിംഗ് ആണ്, നിങ്ങൾ ആ പേഴ്സണുമായിട്ട് നിങ്ങൾ സെക്സ് ചെയ്യാൻ ഓക്കെ ആയിരിക്കണം എന്നുള്ളൊരു കാര്യം ഓട്ടോമാറ്റിക്കലി അവിടെ പതിഞ്ഞു പോവാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പ്രത്യേകിച്ച് അറേഞ്ച് മാരേജ് ഒക്കെ കഴിയുന്ന സമയത്ത് നമ്മുടെ ഫസ്റ്റ് നൈറ്റ് ഉണ്ടാവുന്ന സമയത്തേക്ക്
ഇവരെന്താണ്, ഇവര് കൺസെന്റ് ചോദിക്കുന്നില്ല, ഒന്നും ചോദിക്കുന്നില്ല. ഞാനിവിടെ കല്യാണം കഴിച്ചു, അതുകൊണ്ട് എനിക്ക് ആ ഒരു ഫ്രീഡം ഉണ്ട്, അവരുടെ മേല് എന്തും ചെയ്യാനുള്ള ഒരു ഫ്രീഡം ഉണ്ട് എന്ന് ആളുകൾ വിചാരിക്കുകയാണ്. ഇപ്പൊ ഞാൻ വളരെ പ്രായമായിട്ടുള്ള ഒരു 40 വയസ്സ് 45 വയസ്സൊക്കെയുള്ള സ്ത്രീകളെടുത്ത് സംസാരിക്കുന്ന സമയത്ത് അവരുടെ ഫസ്റ്റ് നൈറ്റിനെ കുറിച്ചിട്ട് ഏറ്റവും ടെറിഫൈഡ് ആയിട്ടുള്ള മെമ്മറീസ് മാത്രമേ അവർക്കുള്ളൂ എന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. വളരെ വിഷമത്തോടെ അവർ പറഞ്ഞിട്ടുണ്ട്, ലൈഫിൽ ഒരിക്കൽ പോലും സെക്സ് എന്നുള്ള ഒരു കാര്യം ഞാൻ എൻജോയ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ അതിനെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമായിട്ട് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. ചിലപ്പോൾ അവർക്ക് 1-2 മക്കളൊക്കെ ഉണ്ടാവും, അതെങ്ങനെ ഉണ്ടായെന്ന് ചോദിച്ചാൽ അവർക്ക് പോലും അറിയില്ല എന്ന് പറയുന്ന ആളുകളുണ്ട്. അപ്പൊ കൺസെന്റ് എന്ന് പറയുന്നത് നിങ്ങൾ മാനസികമായിട്ട് നിങ്ങൾ എല്ലാ രീതിയിലും നിങ്ങൾ ഓക്കെ ആയാൽ മാത്രമാണ് നിങ്ങൾ സെക്സ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഒരു സോഷ്യൽ പ്രഷറിന്റെ പുറത്ത് നിങ്ങൾ അത് ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഞാൻ സീൻ ബൈ സീൻ അല്ല, ഇൻസിഡന്റ് ബൈ ഇൻസിഡന്റ് പറയാം. ഇപ്പം പല ആളുകളും പറയുന്നുണ്ട്, എന്റെ ബോയ് ഫ്രണ്ട് അങ്ങനെ എന്നെ നിർബന്ധിക്കാറൊന്നുമില്ല, എന്റെ ബോയ് ഫ്രണ്ടിനെ നിർബന്ധിച്ചിട്ടൊന്നുമല്ല ഞാനിത് ചെയ്തത്. ബട്ട് നിങ്ങൾ എപ്പോഴെങ്കിലും ഈ ഒരു കാര്യത്തിന് ആളൊരു സെക്ഷൽ ഇൻട്രസ്റ്റ് കാണിക്കുന്ന സമയത്ത്, ഒരു ഫിസിക്കൽ റിലേഷൻ ഒരു ഇൻട്രസ്റ്റ് കാണിക്കുന്ന സമയത്ത് നിങ്ങളത് താല്പര്യമില്ല എന്നുള്ള രീതിയിൽ നിങ്ങൾ കാണിക്കുന്ന സമയത്ത് ആള് ചിലപ്പോൾ ദേഷ്യപ്പെടും, ആളുടെ മൂഡ് മാറും, ആള് ഭയങ്കര അപ്സെറ്റ് ആവും, ആളിങ്ങനെ 2 ദിവസം സംസാരിക്കില്ല. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ആള് കാണിക്കും. മേ ബി ആള് ഒന്നും പറയുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ ഇതുകൊണ്ടാണ് ഞാനിത് കാണിക്കുന്നത് എന്നൊന്നും പറയുന്നുണ്ടാവില്ല. പക്ഷെ ഇൻഡയറക്ട്ലി ഇവർ കാണിക്കുന്ന കുറെ കാര്യങ്ങൾ നമ്മുടെ ഡിസ്കംഫേർട്ട് ആകും. ഈ ഡിസ്കംഫേർട്ട് കൊണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഹാർഡ് ആയിട്ടുള്ള ഫേസിലൂടെ ഈ ഒരു ബോയ് ഫ്രണ്ടുമായിട്ട് അല്ലെങ്കിൽ ഹസ്ബൻഡുമായിട്ട് കടന്നു പോകണ്ട എന്നുള്ളത് കൊണ്ട് പെൺപിള്ളേർ ഓട്ടോമാറ്റിക്കലി എന്ന് പറയും, ഓക്കെ, അവരതിന് വില്ലിങ് ആവും. നോട്ട് ബിക്കോസ് അവർക്ക് ആ സെക്സ് വേണം, അതിന് കൺസെന്റ് ഉണ്ടായിട്ടല്ല, ജസ്റ്റ് ബിക്കോസ് നിങ്ങൾ നോ പറയുന്ന സമയത്ത്, അല്ലെങ്കിൽ നിങ്ങൾ എനിക്കിത് വേണ്ട എന്ന്, എനിക്ക് സെക്സ് ചെയ്യാൻ താല്പര്യമില്ല, നോട്ട് ഓക്കെ ഫോർ എ ഫിസിക്കൽ റിലേഷൻഷിപ്പ് എന്ന് ഒരു പെൺകുട്ടി പറയുന്ന സമയത്ത് ഇൻഡയറക്റ്റ് ആയിട്ട് ഒരു ആൺകുട്ടിയുടെ സൈഡിൽ നിന്ന് ഉണ്ടാവുന്ന, അല്ലെങ്കിൽ ഒരു പുരുഷന്റെ സൈഡിൽ നിന്ന് ഉണ്ടാവുന്ന കുറെ ഗസ്റ്റേഴ്സ് ഉണ്ടല്ലോ, ഈ ദേഷ്യപ്പെടുക, അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത കാര്യത്തിന് ടെമ്പർ ആവുക, അവരോട് മിണ്ടാതിരിക്കുക, ഭയങ്കര ഡിസ്റ്റൻസ് ഇടുക, ഇതൊക്കെ കാണുന്ന സമയത്ത് ഈ സാധനം ഒന്നും കാണാൻ വയ്യ എന്നുള്ളത് കൊണ്ട് സൈലന്റ് നിങ്ങളുടെ ഭാര്യ അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളുമായിട്ട് സെക്സിന് വില്ലിങ് ആവുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് റേപ്പ്. അതൊരിക്കലും കൺസെന്റ് ആയിട്ടുള്ള ഒരു സെക്സ് ആണെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ഇപ്പൊ പല പെൺപിള്ളേരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇപ്പൊ അവരെനിക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, അവനെനിക്ക് പൈസ തരാറുണ്ട്, അല്ലെങ്കിൽ അവനെന്നെ പല സ്ഥലത്തും കൊണ്ടുപോകാറുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെ എങ്ങനെയാ ഞാൻ നോ പറയാ, അവന് വിഷമാവില്ല എന്ന് പറയും. നിങ്ങളുടെ പാർട്ട്ണർക്ക് വിഷമമാവുന്നത് സൊല്യൂഷൻ അല്ല നിങ്ങൾ അവരുടെ കൂടെ സെക്സ് ചെയ്യുക എന്നുള്ളത്. അവർക്ക് വിഷമാവുന്നത് അവർക്ക് വിഷമാവട്ടെ, അത് ഒരിക്കലും നിങ്ങൾ അൺവില്ലിംഗ് ആയിട്ടൊരു കാര്യം ചെയ്യാനുള്ളതിന്റെ ആവശ്യമില്ല. ഫോർ എക്സാമ്പിൾ, മേ ബി ഒരു റിലേഷൻഷിപ്പിൽ സ്റ്റാർട്ടിങ് ടൈമിൽ അല്ലെങ്കിൽ പലപ്പോഴും നിങ്ങൾ തന്നെ വില്ലിംഗ് ആയിട്ട് നിങ്ങൾ സെക്സ് ചെയ്തിട്ടുണ്ടാവും. ബട്ട് ഇമാജിൻ വൺ ഡേ ആർ നോട്ട് ഓക്കെ വിത്ത് ഇറ്റ്, നിങ്ങൾക്ക് അത് ചെയ്യാനുള്ള ഒരു താല്പര്യമില്ല. പക്ഷെ നിങ്ങളുടെ പാർട്ട്ണർ അവിടെ മൂട്ടിലിരിക്കുകയാണ്, നിങ്ങളെ ഭയങ്കരമായിട്ട് ഫോഴ്സ് ചെയ്യാണ്. അപ്പോ നിങ്ങളിപ്പോ നോ പറയുന്ന സമയത്ത് ആള് പറയുന്നുണ്ടാവും, പിന്നെ അതെന്താ പണ്ടൊക്കെ നിനക്ക് പ്രശ്നം ഉണ്ടായിരുന്നില്ലല്ലോ, ഇത്രയും കാലം നിനക്ക് പ്രശ്നം ഉണ്ടായിരുന്നില്ലോ, ഇപ്പൊ എന്താ നിനക്ക് എന്താ പ്രശ്നം? അപ്പോ ഇത്രയും കാലം നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെയും നിങ്ങളത് ചെയ്യണം എന്നുള്ള ഒരു ഇൻവിസിബിൾ ആയിട്ടുള്ള ഒരു പ്രഷർ അവിടെ കിടക്കുന്നുണ്ട്. പക്ഷെ അതും ഒരു കൺസെന്റ് അല്ല. നിങ്ങൾക്ക് ഇത്രയും കാലം നിങ്ങൾ ചെയ്തു, ദിവസം നിങ്ങൾക്ക് താല്പര്യം അല്ലെങ്കിൽ നിങ്ങൾക്ക് സെക്സ് ചെയ്യാതിരിക്കാനുള്ള എല്ലാ റൈറ്റും അവിടെ ഉണ്ട്. നിങ്ങളത് സെക്സ് ചെയ്യണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ഇപ്പൊ പല പിള്ളേർക്ക് പറയും, ഞങ്ങൾ കോളേജിൽ നിന്ന് ഞങ്ങൾ ഒരു ദിവസം ലീവ് എടുത്ത് ഞങ്ങൾ 2 പേരും കൂടെ കുറച്ച് ദൂരെയുള്ള ഒരു സ്ഥലത്ത് പോയി, ഞങ്ങൾ താമസിക്കാൻ വേണ്ടി പോയി, അല്ലെങ്കിൽ ഞങ്ങൾ ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി പോയി. അപ്പൊ രാത്രി ഈ സമയമായ സമയത്ത് അവൻ എന്നെ അപ്രോച്ച് ചെയ്ത സമയത്ത് എനിക്ക് തോന്നിയില്ല നോ പറയാൻ വേണ്ടിയിട്ട്. എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇത്രയും ടൈം ദൂരം ഞങ്ങൾ വന്നതല്ലേ, ഇത്രയും ഞങ്ങൾ യാത്ര ചെയ്തതല്ലേ, ഇത്രയും അവൻ ഇതിനു വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തതല്ലേ, സോ വാട്ട്? അവൻ വെയിറ്റ് ചെയ്തു, അവൻ ട്രാവൽ ചെയ്തു, അവൻ നിങ്ങളിവിടെ കൊണ്ടുവന്നു എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾക്ക് ഓക്കെ അല്ലെങ്കിൽ നിങ്ങൾ സെക്സ് ചെയ്യണമെന്ന് ആവശ്യമില്ല. അപ്പൊ ഈ അടുത്ത് 370 റുപ്പീസിന്റെ ഒരു ബിരിയാണിയുടെ കേസ് ഇത്രയും വൈറലാവാൻ കാരണം, ഞാൻ അവിടെ ഡേറ്റിന് കൊണ്ടുപോയി ഞാൻ അവർക്ക് ബിരിയാണി വാങ്ങിച്ചു കൊടുത്തു. സോ തിരിച്ച് എനിക്ക് എന്തെങ്കിലും കിട്ടണമല്ലോ. ഇപ്പൊ നിങ്ങൾക്ക് അപ്പൊ അതിന് കിട്ടണമല്ലോ, അപ്പൊ സെക്സ് ചെയ്യണമല്ലോ എന്നുള്ളതാണ് മൂപ്പര് ഇൻഡയറക്റ്റ് ആയിട്ട് പറയുന്നത്. ദാറ്റ് ഇസ് നോട്ട് ട്രൂ. ജസ്റ്റ് ബിക്കോസ് നിങ്ങൾ ഒരാൾ പുറത്ത് കൊണ്ടുപോയി നിങ്ങൾക്ക് ഡ്രസ്സ് വാങ്ങിച്ചു തന്നു, നിങ്ങൾക്ക് ബിരിയാണി വാങ്ങിച്ചു തന്നു എന്ന അർത്ഥം നിങ്ങൾ തിരിച്ച് അവർക്ക് സെക്സ് കൊടുക്കണമെന്നല്ല. നിങ്ങൾക്ക് ഇപ്പൊ അവർക്ക് വേണമെങ്കിൽ തിരിച്ച് ബിരിയാണി വാങ്ങിച്ചു കൊടുക്കാം, കാര്യം കഴിഞ്ഞു. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഈ ഇൻവിസിബിൾ ആയിട്ടുള്ള ഒരു കൺസെന്റ് എന്നുള്ളൊരു കാര്യമില്ല. അപ്പൊ കൺസെന്റ് എന്നുള്ള കാര്യത്തിന് ആരും വലിയ വിലയൊന്നും കൊടുക്കാറില്ല. കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നിയ സമയത്ത് എന്റെ ഭാര്യയായിട്ട് എനിക്ക് സെക്സ് ചെയ്യാം. റിലേഷൻഷിപ്പിലാണെങ്കിൽ എനിക്ക് മൂഡ് വരുമ്പം എനിക്ക് തോന്നിയ സമയത്ത് എന്റെ ഗേൾ ഫ്രണ്ട് വില്ലിംഗ് ആയിട്ട് എന്റെ കൂടെ സെക്സ് ചെയ്യണം എന്നുള്ള ഒരു കാര്യം അവിടെ പതിച്ചു വെച്ചേക്കുവാണ്. ബട്ട് ആക്ച്വലി എവറി സിംഗിൾ ടൈം നിങ്ങൾ ഒരാളുമായിട്ട് ഫിസിക്കൽ റിലേഷൻ ഏർപ്പെടുന്നതിന് മുമ്പേ ഷുഡ് ടേക്ക് ദർ കൺസെന്റ്. കൺസെന്റ് എന്ന് പറഞ്ഞാൽ ബൈ വേർഡ് നിങ്ങൾ കൺസെന്റ് എടുക്കേണ്ട ആവശ്യമുണ്ട്. കാരണം മേ ബി അവർ ആ മൂഡിലായിരിക്കില്ല, മേ ബി അവർക്ക് വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാവും. അപ്പൊ ഈ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ ഡിസ്മിസ് ചെയ്തുകൊണ്ട് നിങ്ങൾ ഒരാളുടെ കൺസെന്റ് ഇല്ലാതെ നിങ്ങൾ ഒരാളായിട്ട് ഫിസിക്കൽ റിലേഷൻ ഏർപ്പെടുവാണ്, ഈവൻ ദോ അവർ ഭയങ്കര ബഹളം ഉണ്ടാക്കി ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി എനിക്കിത്
ഇത് വേണ്ട എന്ന് പറഞ്ഞില്ലെങ്കിൽ പോലും ദേ ആർ നോട്ട് ഓക്കെ വിത്ത് ദാറ്റ് ഈസ് കൺസിഡർഡ് ആസ് എ റേപ്പ്. അത് പലരും മനസ്സിലാക്കാതെ പോകുന്ന ഒരു കാര്യമാണ്. പിന്നെ പലരും പറയും ഇപ്പോൾ ഭയങ്കരമായിട്ട് ഗേൾസിന് ഒരുപാട് സ്ലഷ്യം ചെയ്യുന്ന ആളുകളുണ്ട്. ജസ്റ്റ് ബിക്കോസ് നമ്മളൊരു റിവീലിംഗ് ആയിട്ടുള്ള ഡ്രസ്സ് ഇടുന്ന സമയത്ത് പൊതുവെ ആളുകൾ ആമ്പിള്ളേർ പറഞ്ഞൊരു കാര്യം, ഷീ ഈസ് ആസ്കിങ് ഫോർ ഇറ്റ് അല്ലെ, അവൾക്കത് വേണം, അതുകൊണ്ടാണ് ഞാൻ അവളെ പിടിച്ചു, അതുകൊണ്ട് അവൾ അങ്ങനെ ഡ്രസ്സ് ഇട്ടത് കൊണ്ടാണ് ഞാൻ അവളെ കയറി പിടിച്ചത്, അവൾ ആ ഡ്രസ്സ് ഇട്ടതിനർത്ഥം അവൾ ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് ഓക്കെയാണ്, അതുകൊണ്ടാണ് ഞാൻ അവളെ അപ്രൂവ് ചെയ്തത് എന്നൊക്കെ പറയുന്ന ആളുണ്ട്. എനിക്ക് ഓർമ്മയുണ്ട്, എൻ്റെ ഒരു ഫ്രണ്ട് വളരെ ലേറ്റ് നൈറ്റ് ആയിട്ട് അവളുടെ ഒരു നെയ്ബറായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവളുടെ സെയിം ഏജ് വരുന്ന ഒരു പയ്യനാണ്. സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ലേറ്റ് നൈറ്റ് ആണ്, ബട്ട് ദേ വർ ടോക്കിംഗ് വെരി നൈസ്ലി, ദേ വർ ടോക്കിംഗ്. ആൻഡ് ഈ ചെക്കൻ പെട്ടെന്ന് വളരെ മോശമായിട്ടുള്ള ഒരു കാര്യം എടുത്ത് ചോദിക്കുകയാണ്, വിതൗട്ട് എനി കൺസേൺ, വിതൗട്ട് എനി ലൈക്ക് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഇല്ലാതെ പെട്ടെന്ന് ഇങ്ങനത്തെ ഒരു കാര്യം ചോദിക്കുകയാണ്. അപ്പൊ അവളെ പെട്ടെന്ന് ഇങ്ങനത്തെ ഒരു കാര്യം പറയാണ്, ചോദിക്കാൻ പോലും അങ്ങനെ ഒരു സബ്ജക്റ്റിലോട്ട് കടക്കുവാണ്. അപ്പൊ ഇവള് ചോദിക്കുന്നത് എന്താണ് പെട്ടെന്ന് ഇങ്ങനെ. അപ്പൊ അവന്റെ ഫ്രണ്ടിന്റെ അടുത്ത് പറഞ്ഞ ന്യായീകരണം എന്താ അറിയോ, ഇപ്പൊ ഇതിനൊന്നും താല്പര്യം ഇല്ലെങ്കിൽ ഈ രീതിയിലൊന്നും അല്ല അവളെ കാണുന്നത് വെച്ചാൽ എന്തിനാ അവളെ രാത്രി അടുത്ത് സംസാരിച്ചത്. രാത്രി നിങ്ങളുടെ അടുത്തൊരു പെൺകുട്ടി സംസാരിക്കുന്നു ഇതിന്റെ അർത്ഥം നിങ്ങൾക്ക് അവളുടെ അടുത്ത് എന്ത് തോന്നിവാസവും പറയാമെന്നല്ല. രാത്രി നിങ്ങളോട് ഒരു പെൺകുട്ടി സംസാരിക്കുന്നത് രാത്രി നിങ്ങളോട് ഒരു പെൺകുട്ടി സംസാരിക്കുന്നു, അത്രേ ഉള്ളൂ. അതിനർത്ഥം എന്താണ്, സെക്സ് ചെയ്യാൻ താല്പര്യമുണ്ടോ അല്ലെങ്കിൽ അതൊരു കൺസെന്റ് ആണെന്നോ അല്ലെങ്കിൽ ഈ രീതിയിൽ സെക്ഷൽ ചൊവ്വയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പറയാം എന്നുള്ളതൊന്നുമല്ല. അപ്പൊ കൺസെന്റ് എന്ന് പറയുന്നത് ആളുകള് പറയുന്നത് ഇപ്പൊ സ്ട്രെയിറ്റ് ആയിട്ട് ചോദിക്കാൻ പറ്റും, എല്ലാ സമയവും നമുക്ക് ഒരാളുടെ കൺസേൺ എടുത്തിട്ട് റിലേഷൻഷിപ്പിലാവാൻ പറ്റും എന്നൊക്കെ ഉണ്ട്. പക്ഷെ നിങ്ങളുടെ ഒരു പാർട്ട്ണറിന്റെ അടുത്ത് അവരുടെ മാനസികാവസ്ഥ എന്താണ്, അവർ കടന്നു പോകുന്ന സാഹചര്യങ്ങൾ എന്താണ്, അവരെന്താണ് അവരുടെ ലൈഫിൽ, അവർക്ക് ഇപ്പൊ അത് വേണോ എന്നുള്ള കാര്യങ്ങൾ ബേസിക്കലി അറിഞ്ഞിരിക്കാനുള്ള ഒരു ബാധ്യത എല്ലാ റിലേഷൻഷിപ്പിലും ആളുകൾ കാണിക്കണം എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഒരു മാനിപ്പുലേറ്റഡ് കൺസെന്റ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അധികം ഈ കൺസെന്റ് എന്ന് പറയുന്നത് എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് പല ആളുകളും സ്കിപ്പ് ചെയ്യുന്ന ഒരു പാർട്ടാണ് ഈ മാനിപ്പുലേറ്റഡ് കൺസെന്റ്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഒരാളായിട്ട് റിലേഷൻഷിപ്പിലാവുമെന്ന് വിചാരിക്കും. റിലേഷൻഷിപ്പിലായില്ലെങ്കിൽ നിങ്ങൾ നല്ല ആള് സിംഗിൾ ആണ് നിങ്ങളടുത്ത് പറയുന്നു, നിങ്ങൾ സിംഗിൾ ആണ്, സോ നിങ്ങൾ റിലേഷൻഷിപ്പിലാവുകയാണ്, നിങ്ങൾ സെക്സ് ചെയ്യാണ്, നിങ്ങൾ ഫിസിക്കൽ റിലേഷൻ ഉണ്ടാവുകയാണ്. അപ്പൊ ഫിസിക്കൽ റിലേഷൻ ഒക്കെ ഉണ്ടായിട്ട് കുറെ കാലം കഴിഞ്ഞിട്ട് ഒരു 4-5 മാസം കഴിഞ്ഞിട്ടാണ് നിങ്ങൾ അറിയുന്നത് ഈ ആള് ഓൾറെഡി കമ്മിറ്റഡ് ആണ് അല്ലെങ്കിൽ ഈ ആള് ഓൾറെഡി മാരീഡ് ആണ്. അപ്പോ ആ സമയത്ത് നിങ്ങളൊരു പ്രശ്നം ഉണ്ടാക്കുന്ന സമയത്ത് ആള് തിരിച്ചു ചോദിക്കും, അതെന്താ നിന്നെ ഫോഴ്സ് ചെയ്തിട്ട് ഞാനൊന്നും ചെയ്യിപ്പിച്ചിട്ടില്ലല്ലോ, നീ കൂടി എൻജോയ് ചെയ്തിട്ടല്ലേ നമ്മളത് ചെയ്തതെന്ന് പറയാണ്. ബട്ട് ആക്ച്വലി അതൊരു മാനിപ്പുലേറ്റഡ് കൺസെന്റ് ആണ്. ബിക്കോസ് ഇഫ് നിങ്ങൾ അറിയാണ് ആള് കമ്മിറ്റഡ് ആണ്, ഇഫ് നിങ്ങൾ അറിയാണ് ആള് മാരീഡ് ആണ്, എങ്കിൽ നിങ്ങൾ ഒരിക്കലും മേ ബി ആ ഒരു പേഴ്സണായിട്ട് ഫിസിക്കൽ റിലേഷനിൽ ഏർപ്പെടില്ല. ബിക്കോസ് നിങ്ങൾക്ക് അത് വേണ്ട, അങ്ങനെ ഒരാളായിട്ട് ഫിസിക്കൽ റിലേഷനിൽ ഏർപ്പെടാൻ നിങ്ങൾക്ക് താല്പര്യമില്ല. അപ്പൊ അത് മറച്ചു വെച്ചിട്ട് നിങ്ങളായിട്ട് ഒരാളെ സെക്സ് ചെയ്യാന്ന് പറയുന്നത്, ഫിസിക്കൽ റിലേഷനിൽ ഏർപ്പെടുക എന്ന് പറയുന്നത്, ദാറ്റ് ഇസ് എ മാനിപ്പുലേറ്റഡ് കൺസെന്റ്. അപ്പൊ എനിക്ക് തോന്നിയിട്ടുള്ള ഒരുപാട് റിലേഷൻഷിപ്പിൽ ഇങ്ങനെ ഒരു മാനിപ്പുലേറ്റഡ് കൺസെന്റ് നടക്കുന്നുണ്ട്. ആ കൺസെന്റ് എല്ലാം കഴിഞ്ഞ് കാര്യം കഴിഞ്ഞ ശേഷം എന്തെങ്കിലും ചോദിക്കുമ്പോൾ ആള് പറയും ഞാൻ അവളെ ഫോഴ്സ് ചെയ്തിട്ടില്ല, അവളാണ് മേ ബി പല ടൈമിലും ഇനീഷ്യേറ്റ് ചെയ്തിട്ടുള്ളത്, മേ ബി ഇനീഷ്യേറ്റ് ചെയ്തിട്ടുണ്ടാവും, പക്ഷെ നിങ്ങളുടെ റിയാലിറ്റി അവർ അറിയാതെയാണ് അത് ചെയ്തത് എന്നുള്ളത് മാനിപ്പുലേറ്റഡ് കൺസെന്റിൽ വരുന്ന ഒരു കാര്യമാണ്. അപ്പൊ കൺസെന്റിനെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് ഈ രീതിയിലുള്ള കാര്യങ്ങളും കൂടെ നിങ്ങൾ ഓർത്ത് വെക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എൻ്റെ ഒരു റിലേറ്റീവ് ആൻറ്റി ഈ അടുത്ത് എൻ്റെ അടുത്ത് സംസാരിക്കാനായിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു, എന്താ ബേബി പ്ലാനിങ് ഒന്നുമില്ല. ഞാൻ പറഞ്ഞു ഇല്ല, ഇപ്പൊ കുട്ടികളെ നോക്കുന്നില്ല, ഇപ്പൊ താല്പര്യമില്ല, അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ ഓക്കെ അല്ല എന്ന് പറഞ്ഞു. ഞങ്ങൾ ഓക്കെ അല്ല എന്ന് പറഞ്ഞു. പിന്നെ അത് പറഞ്ഞു, നിന്റെ സമയം സന്ദർഭവും മൈൻഡ് ഒന്നും നോക്കിയിട്ട് കാര്യമില്ല, അവന് ഓക്കെ ആണെങ്കിൽ അത് നിന്ന് കൊടുക്കണം. ലിറ്ററലി എൻ്റെ അടുത്ത് പറയാണ്, എന്റെ ഭർത്താവിന് ഓക്കെ ആണെങ്കിൽ ഞാൻ എന്റെ കൺസെന്റ് ഒന്നും വിഷയമല്ല, എങ്ങനെങ്കിലും കുട്ടികൾ ഉണ്ടാക്കിയേക്കണം. അപ്പൊ ഈ ഒരു മെന്റാലിറ്റിയിൽ ജീവിക്കുന്ന അല്ലെങ്കിൽ ഈ ഒരു മെന്റാലിറ്റിയിൽ കുറെ കാലമായിട്ട് ജീവിച്ചിട്ടുള്ള ഒരുപാട് സ്ത്രീകളുണ്ട്. അവർക്ക് കൺസെന്റ് എന്താണെന്ന് അറിയില്ല. സെക്സ് എന്ന് പറയുന്നത് റീപ്രൊഡക്ഷന് മാത്രം യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ് എന്നാണ് അവർ വിശ്വസിച്ച് വെച്ചിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ കുറെ മിത്തിലാണ് നമ്മുടെ ആ ഒരു സെക്ഷൽ റിലേഷൻഷിപ്പ് എല്ലാ ദാമ്പത്യങ്ങളിലും പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇറ്റ് ഈസ് ടൈം ടു ബ്രേക്ക് ഇറ്റ്. ഓക്കെ, ഇത് ബ്രേക്ക് ചെയ്യേണ്ട ഒരു സമയമായി. നമ്മള് സെക്സിന് ഇനീഷ്യേറ്റീവ് എടുക്കുന്ന പെൺകുട്ടികൾ ബാഡ് ആയിട്ടുള്ള പെൺകുട്ടികളല്ല. ഒരു സമയത്ത് അത് വേണമെന്ന് തോന്നി, വേറൊരു സമയത്ത് എനിക്കിനോട് താല്പര്യമില്ല ഇന്ന് ബോയ് ഫ്രണ്ടിന്റെ അടുത്താണെങ്കിലും അല്ലെങ്കിൽ ഹസ്ബൻഡിന്റെ അടുത്താണെങ്കിലും ആരെടുത്താണെങ്കിലും പറയുന്നത് ഒരു വലിയ ക്രൈം അല്ല. നിങ്ങളുടെ കൺസെന്റ് ഇല്ലാതെ നിങ്ങളുടെ ബോഡിയിൽ തൊടാൻ ഒരാൾക്കും അവകാശമില്ല, ഒരാൾക്കും അനുവാദം ഇല്ല. അപ്പൊ നിങ്ങൾ മെന്റലി ഫിസിക്കലി എല്ലാം ഓക്കെയാണ്. ഒരു കമ്മിറ്റ്മെന്റിന്റെ പേരിലോ അല്ലെങ്കിൽ ഒരു വഴക്ക് തീർക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഞാനിപ്പോ നോ പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്നോട് ദേഷ്യപ്പെടും അല്ലെങ്കിൽ അവരുടെ മൂഡ് മാറും അല്ലെങ്കിൽ പിന്നെ ദിവസം ഭയങ്കര ഹാർഡായിരിക്കും എന്നുള്ളത് കൊണ്ട് ഒന്നും നിങ്ങളൊരു സെക്ഷൽ റിലേഷൻഷിപ്പിന് വില്ലിങ് ആവേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ അതിനൊന്നും കൺസേൺ എന്ന് പറയാൻ പറ്റും. അതിനൊക്കെ അപ്പുറത്ത് വളരെ മാനിപ്പുലേറ്റഡ് ആയിട്ട് നിങ്ങളുടെ അടുത്ത് നിന്നിട്ട് ഒരാൾ നിങ്ങളുടെ കൺസെന്റ് വാങ്ങിച്ചിട്ട്
നിങ്ങളത് ആ റിലേഷൻഷിപ്പ് ബ്രേക്ക് ആവുന്ന സമയത്ത് നീ എൻജോയ് ചെയ്തതല്ലേ എന്ന് പറയുന്ന സമയത്ത് അത് മാനിപ്പുലേറ്റഡ് കൺസെന്റ് ആണ്. ദാറ്റ് ഇസ് നോട്ട് റൈറ്റ്. അത് ആക്ച്വലി ഇറ്റ് ഈസ് ലൈക്ക് കൺസെന്റ് റേപ്പ് എന്നുള്ള കാര്യം വരെ മനസ്സിലാക്കണം. ഇപ്പൊ ഞാൻ എൻ്റെ പാർട്ട്ണറിനെ ഒരിക്കലും ഫോഴ്സ്ഫുള്ളി ഒന്നും ചെയ്യിപ്പിച്ചിട്ടില്ല, വില്ലിങ് അല്ലാതെ ഞാനൊന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ പറയുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ഇമാജിൻ, നിങ്ങളൊന്ന് ശരിക്കും ആലോചിച്ച് നോക്കൂ. നിങ്ങൾ എൻജോയ് ചെയ്യുന്ന പോലെ നിങ്ങളുടെ പാർട്ട്ണർക്ക് അത് എൻജോയ് ചെയ്യാൻ പറ്റാറുണ്ടോ? അല്ലെങ്കിൽ സെക്സ് ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും രീതിയിൽ അവരൊരു ഡിസ്കംഫർട്ട് കാണിക്കുന്ന സമയത്ത് നിങ്ങൾ അതിനോട് എങ്ങനെയാണ് പ്രതികരിച്ചിട്ടുള്ളത്? സോ ഇപ്പൊ 320 രൂപയുടെ ബിരിയാണി വിഷയം കത്തി നിൽക്കുന്നത് കൊണ്ട് പ്ലീസ് ബൈ യുവർ സെൽഫ് എ ബിരിയാണി, ഓക്കെ? അപ്പോൾ നിങ്ങൾ പലപ്പോഴും പെൺകുട്ടികൾ ട്രാപ്പായി പോകുന്ന ഒരു സ്ഥലം, ഒരുപാട് കമ്മിറ്റ്മെന്റ്സ് ഉണ്ട്, എനിക്ക് വേണ്ടി അവൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് നോ പറയാൻ പറ്റില്ല. എപ്പോഴെങ്കിലും പൈസ ഉണ്ടാകുമ്പോൾ തിരിച്ചു കൊടുക്കുക. അല്ലാതെ ഈ പൈസയുടെ കാര്യം വെച്ചിട്ട് അല്ലെങ്കിൽ ഇത്രയും കാര്യങ്ങൾ അവൻ എനിക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട് അപ്പൊ അതിന് റിട്ടേൺ ആയിട്ട് കൊടുക്കേണ്ട ഒരു കാര്യമായിട്ട് കൺസെന്റിനെ കാണരുത്. സോ കൺസെന്റ് ഇസ് എ റിയലി 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 ഇമ്പോർട്ടൻറ്റ് തിങ്. വെനെവർ ലൈക്ക് നിങ്ങൾ മുതിർന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾ ഏതൊരു ഏജിലാണെങ്കിലും നിങ്ങൾ സെക്ഷൽ റിലേഷൻഷിപ്പിലോട്ട് നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ, ഒരു ഫിസിക്കൽ റിലേഷൻഷിപ്പിൽ നിങ്ങൾ വില്ലിങ് ആവുന്നുണ്ടെങ്കിൽ, മാനസികമായിട്ടും ശാരീരികമായിട്ടും എല്ലാ ആസ്പെക്ട്സിലും നിങ്ങൾ ഓക്കെ ആണെങ്കിൽ മാത്രം നിങ്ങൾ അതിന് വില്ലിങ് ആയാൽ മതി. അല്ലാതെ വരുന്ന എല്ലാ കാര്യങ്ങളും ഇറ്റ് ഇസ് നോട്ട് ഓക്കെ. സോ പ്ലീസ് റെസ്പെക്ട് യുവർ ബോഡി, പ്ലീസ് റെസ്പെക്ട് യുവർ മൈൻഡ്. ആൻഡ് ഇങ്ങനെയുള്ള കാര്യങ്ങളോട് നോ പറയുന്നതിൽ ഒരു പ്രശ്നവുമില്ല. ഒരിക്കലും അതിനൊരു ഗിൽട്ടോ അതിന്റെ പിറകെ ഉണ്ടാകുന്ന കോൺസിക്വൻസസിന് ഒരു രീതിയിൽ നിങ്ങൾ ഭയക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ബൈ.